ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് എന്താ പറയുക, കേറ്ററ്റിന് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എനിക്ക് നേരിട്ട് ഒരു പ്രശ്നം കേട്ടോ. ഞാൻ ഫോണിൽ കൂടെയാണ് ആപ്ലിക്കേഷൻ അയച്ചത്. പക്ഷേ എൻ്റെ ഫോട്ടോ വന്നിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും റിജക്റ്റായി പോകുമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ 150x200 പിക്സൽ, അതുപോലെ തന്നെ 20 to 30 KB ആണ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് കേട്ടോ. ഫോണിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് എളുപ്പമാണ്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഫോണിൻ്റെ ക്യാമറ ഉണക്കുക. അത്യാവശ്യം നമ്മൾ ക്യാമറയിൽ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അതൊക്കെ നോക്കി ഒരു നല്ലൊരു ഫോട്ടോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു ഫോട്ടോ എടുക്കുക. ഇനി ഈ ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് പറയാമോ? ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വൈറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് അങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ പോയിട്ട് പിക്സാർട്ട് എടുക്കുക. പിക്സ് ആർട്ട്, ഓക്കെ, PICS ഉണ്ട്. അപ്പോൾ പിക്സാർട്ട് എടുക്കുക. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചാൽ കേട്ടോ, സോറി. അപ്പോൾ പിക്സാർട്ട് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതിനകത്ത് എഡിറ്റ് ഫോട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ വന്നിട്ട് ഇത് കണ്ടോ, കട്ടൗട്ട്, ആ കത്രികയുടെ ചിഹ്നമുള്ള ആ ഒരു ഇതെടുക്കുക. പേഴ്സൺ എടുക്കുക. ഓക്കെ, ആ പേഴ്സൺ കട്ടൗട്ടായിട്ട് വന്നോളൂ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് മായ്ക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ട് അല്ലേ. ഈ താഴത്തതൊന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി അത് മായ്ക്കണമെങ്കിൽ മായ്ക്കാം, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തും എടുക്കാം കേട്ടോ. അതും ഒരു ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും പാടുപെടേണ്ട ഇതില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂൾസിലെടുത്തിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്താൽ ആദ്യം എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ടൗട്ട് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം മാച്ചില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കണ്ടോ, ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് പറ്റും. നമ്മൾ എടുത്തതിൽ ഫോട്ടോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിക്കാനായിട്ടോ. ഇതുണ്ടോ, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റൊട്ടേറ്റ് കണ്ടോ. ഇതിനകത്ത് എല്ലാത്തിനകത്തും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫോട്ടോ എടുക്കുക. ഇതുണ്ടോ, ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇത് കുഴപ്പമില്ല കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്നതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കട്ടൗട്ടിലേക്ക് പോവുക. കട്ടൗട്ടിൽ പേഴ്സൺ ആയിട്ട് ചെയ്യുക. കണ്ടോ, പേഴ്സൺ മാത്രമായിട്ട് കട്ടൗട്ടായി. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഫോണിലേക്ക് ഡൗൺലോഡാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, വൈറ്റ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ആഡ് ഫോട്ടോ എന്നതിലേക്ക് ഞെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് കണ്ടോ, ആ കട്ടൗട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫോട്ടോ കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വലുതാക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇത്ര അപ്പം നമ്മൾ ചെയ്ത് വയ്ക്കുക. സേവ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനകത്ത് വല്ല ക്രോപ്പും ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേവ് ചെയ്തിട്ട് അതാണെങ്കിൽ സേവ് ചെയ്ത ഫോട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തൊന്ന് സെറ്റാക്കാം. ക്രോപ്പ് ചെയ്തു, സേവ് ചെയ്യുക. ഓക്കെ, ഫോണിൽ തന്നെ ക്രോപ്പ് ചെയ്യാം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ റീസൈസർ. ഇത് കണ്ടോ, ഈ ഒരു ആപ്പാണ് വേണ്ടത്. ഈ ആപ്പിൽ കയറിയിട്ട് സെലക്ട് ഫോട്ടോയിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ എടുക്കുക. കഴിഞ്ഞിട്ട് റീസൈസ് ചെയ്യണം. റീസൈസിനകത്ത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ആ ഒരു കസ്റ്റം എടുക്കുക. നമുക്ക് വേണ്ടത് 150x200 പിക്സലാണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രോപ്പ് ചെയ്യണേക്കാളും നല്ലത്, ക്രോപ്പ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയായിട്ട് പോവും. അപ്പോൾ ഇത്രയും മുഖം മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും ആണെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം.
ചിലപ്പോൾ തലയുടെ ഭാഗമൊന്നും ക്ലിയർ അല്ലാതെയൊക്കെ വരും. ഇതിപ്പോൾ ക്രോപ്പായിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മളുടെ ഇത് 9 KB ആണ് ഈ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആവട്ടോ നമ്മൾ റീസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ 9 KB ആണല്ലോ, ഇത് നമ്മൾ 20 to 30 KBയുടെ അടുത്തേക്ക് എത്തണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഫോട്ടോ റീസൈസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്പുണ്ട്, ഈ ഒരു പച്ച കളറിലുള്ള. അപ്പം അതിനകത്ത് നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് ഞാൻ നേരത്തെ റീസൈസ് ചെയ്തേക്കുന്നതാണേ. അതിനകത്ത് നെറ്റ് വേണം കേട്ടോ, നെറ്റ് വേണം. അപ്പം നെറ്റ് ഉള്ളപ്പോൾ ഇതാക്കുക. 8.34 KB ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് റീസൈസ് ഒന്ന് ചെയ്യാം. റീസൈസ് ചെയ്തിട്ട് 100% ക്വാളിറ്റിയോടുകൂടി റീസൈസ് ചെയ്യുക. കണ്ടോ, 17.58 KB ആയിട്ടുണ്ട്. അപ്പോൾ അത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 17.58 KB ഇല്ലേ, അത് വീണ്ടും റീസൈസ് ചെയ്യുക. അപ്പോൾ 17.46 KB ആയിട്ടുണ്ട്. അത് സേവ് ചെയ്യുക. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 30 KBയിലേക്ക് ആവാൻ വേണ്ടി കുറേ സമയം എടുക്കും. പക്ഷേ ഇറ്റ്സ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് ഞാൻ ഇതിന് മുന്നേ ഇഷ്ടം പോലെ പരിപാടികൾ നോക്കിയതാണ്. പക്ഷേ അതിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു റിസൾട്ട് തന്നിട്ടില്ല. അതായത് ആ ഒരു റീസൈസർ, കംപ്രസർ, എല്ലാ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഗാലറി നിറയുമെങ്കിലും ഇറ്റ്സ് വർക്കിംഗ്. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇത് മാത്രമല്ലേ. ഇതിനേക്കാളും വലിയ വേറെ മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതാണ് ട്രൈ ചെയ്തത്. ഞാൻ എത്ര ഇത് ശരിയാക്കി കഴിഞ്ഞാലും ആ ഒരു ഇതിനകത്ത് സംഭവം പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെയായിരിക്കും എന്നറിയാം. ഇങ്ങനെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പോൾ 18 KB ആയല്ലോ. ഇനിയിപ്പോൾ 20 KBയുടെ അടുത്ത് വന്നാലും മതി. വെറുതെ കൺഫേം കൊടുത്താൽ മതി. കുറച്ചും കൂടി KB കുറഞ്ഞു അല്ലേ, ശരിയല്ലോ. ഇതിപ്പോൾ 18.7 തന്നെയാണ് നിൽക്കുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. റീസൈസ് 100%. 8.1 ആയി. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് അത് ആ ഒരു ഇതിനകത്തേക്ക് എത്തിയത്. ഞാൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പിക്സാർട്ടിൽ നിന്ന് എടുത്ത ആ ഒരു സംഭവമില്ലേ, അത് നമ്മൾ ഈ ഒരു ഫോട്ടോ റീസൈസ് ആപ്പിലെടുത്തിട്ട്, ഇന്നത്തെ പ്രീമിയം നമ്മൾ എടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ആദ്യത്തെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് റീസൈസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാണോ കൂടുതൽ എളുപ്പം, അതാണോ? കണ്ടോ, 20 KB എന്നുള്ളത് നമുക്ക് 30 KB ആക്കി നോക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ 30 KB വേണമല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ, ആഡ് അതിൻ്റെ ഇടയ്ക്ക് വന്നു. 30 KB ആക്കി. കണ്ടോ, 30 KB ആകുമ്പോഴത്തേക്ക് 770 × 953 പിക്സലാവും. ഈ ഒരു 30 KB ആക്കിയത് ഇത് അവിടെ തന്നെ സേവ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ഫോട്ടോ റീസൈസർ എടുക്കാം. കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത 30 KB അല്ലേ. കണ്ടോ, 30 KB ഇവിടെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇതിപ്പോൾ 20 KB ആയിട്ടുണ്ട് കേട്ടോ. 20 something ആയിട്ടുണ്ട്. ഇതപ്പം നമുക്ക് നോക്കാവുന്നതായിട്ടുള്ളൂ. ഈ ഒരു മെത്തേഡ് നോക്കാം. അത് സക്സസ്ഫുൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. 150 × 185 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒന്ന് റീസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 200 എന്ന് പറയുമ്പോൾ
62 വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോട്ടോയുടെ ആ ഒരു ക്ലാരിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് റീസൈസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഹൈറ്റിൻ്റെ വിഡ്ത്തിൻ്റെ റീസൈസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു റീസൈസ് ക്രോപ്പ് എങ്ങനെയാണെങ്കിലും ചെയ്യുവാണെങ്കിൽ, നമ്മൾ ക്രോപ്പ് ചെയ്യുവാണെങ്കിൽ അവർ അത് കംപ്രസ് ചെയ്യും കണ്ടോ. 9 KB തന്നെ ആക്കി 9 KBയിലേക്കാണ് സേവ് ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വേറൊരു കസ്റ്റമറും ഉണ്ട്. ഇതുണ്ടോ, റെസൊല്യൂഷൻ, ഫയൽ സൈസ്, ഇതുണ്ടോ, ഇതിനകത്ത് കസ്റ്റം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അത് വർക്ക് ആവില്ല. അതെന്താണെന്ന് എനിക്കറിയാം. നമ്മൾ 30 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, വാല്യൂ മസ്റ്റ് ബി ഇൻ ദ റേഞ്ച് ഓഫ് 8.5 KB ടു 8.5 KB. 8.5 KB തന്നെയാണ് ആക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ആ ഒരു റേഷ്യോയിൽ. അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഏറ്റവും ഈ ഒരു റേഷ്യോ കിട്ടണമെങ്കിൽ ഇതിനകത്ത് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതിനകത്ത് എടുത്തിട്ട് മറ്റേതിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ കുറേ ഫോട്ടോസ് നമ്മുടെ ഇതിനകത്ത് വരും. പക്ഷേ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കണേക്കാളും നല്ലത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സമയമുണ്ടെങ്കിൽ കുറച്ച് പേഷ്യൻസായിട്ട് ഇരിക്കുവാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഇഷ്ടം പോലെ ആ ഒരു സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫോട്ടോ എടുത്തിട്ട് പണിയായിരുന്നു. അത് കയറാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല, മൊത്തത്തിൽ പണിയായിരുന്നു. നമുക്ക് സമയമുണ്ട്, നമുക്ക് പേഷ്യൻസായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് സമയം ഇതിനകത്ത് തന്നെ കളയാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്പുകൾ ഓക്കെ, പിക്സാർട്ട്, അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ഫോട്ടോ ആൻഡ് പിക്ചർ റീസൈസർ, അതുപോലെ തന്നെ ഈ ഗ്രീൻ ഫോട്ടോ റീസൈസർ, അത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്കത് നല്ലോണം ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് വേണ്ട ആ ഒരു രീതിയിൽ ഫോട്ടോ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാവുന്നതാണ്. പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാശ് മുടക്കേണ്ടി വരും. ഇത് 10 പൈസ മുടക്കാതെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം നമുക്ക് ചിലവിടാൻ ഉണ്ടെങ്കിൽ ഓക്കെ, സമയം പോവും, നമ്മളുടെ ഗാലറിയുടെ സ്പേസും കുറച്ച് നഷ്ടപ്പെടും. അത്രയാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.